നമസ്കാരം. മാന്യദാസനൻ്റെ വിനീതമായ കുപ്പുകൈ. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്ന ഈ കൊച്ചു കഥയിലേക്ക് നിങ്ങളെല്ലാവരും ചെവി കയ്യിൽ പിടിച്ചുകൊണ്ട് താളം പിടിക്കാതെ ശ്രദ്ധയില്ലാതെ കേൾക്കണം. മാത്രമല്ല, ഞാൻ പറയുന്ന കഥയിലേക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം കയ്യിൽ എടുത്തു പിടിച്ചുകൊണ്ട് പാർസൽ ചെയ്തുകൊണ്ട് അടുത്തുള്ള കടയിൽ കൊടുത്ത് ഡ്രൈ ക്ലീൻ ചെയ്യിച്ചുകൊണ്ട് ഹൃദയം വെക്കേണ്ടടുത്ത് വെക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എൻ്റെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഏതാണ്ടും പടത്തിൽ കലക്കാരഭിനയിച്ച അതിൽ ഞാൻ പാടിയ ചില ഗാനങ്ങളാണ്. മോളൊന്നും വിളിക്കൂല, മരുമോളൊട്ടും വിളിക്കൂല, ഉച്ചക്കുണ്ണാനായിട്ടവൾ എന്നെ അവൾ ഉച്ചക്കുണ്ണാനായിട്ടവൾ ഉള്ളിൽ കിടന്ന് കലി തുള്ളി മരിക്കും, പിന്നെ ഒറ്റക്കിരുന്ന് വിറക്കും, പിന്നെ ഞാൻ ഒറ്റക്കിരുന്ന് വിറക്കും. മോനൊന്നു വന്നാൽ പിന്നെ താലത്തിൽ കഞ്ഞി കൊണ്ടുവരും, അവൾ എനിക്ക് താലത്തിൽ കഞ്ഞി കൊണ്ടുവരും. ഇന്നലെ എൻ്റെ വീട്ടിലേക്കൊരു ഫോൺ വിളി കേട്ടില്ലേ, അത് നിങ്ങളും കേട്ടില്ലേ? ആകെ കുഴഞ്ഞു മയങ്ങുമ്പോൾ എന്നെ ഇങ്ങോരു വിളിച്ചെന്നേ, നിന്നെ ഇന്നലെ അങ്ങോരു വിളിച്ചില്ലേ? ദൂരെ നിന്നൊരു ഫോൺ വിളി കേട്ടെന്ന ഞെട്ടി എനിക്കുമെന്നേ, ദൂരെ നിന്നൊരു ഫോൺ വിളി കേട്ടെന്ന ഞെട്ടി എനിക്കുമെന്നേ. അല്ലേൽ എൻ്റെ കഥ കഴിക്കുമെന്നു പറയുക വേണ്ടതില്ലേ? ദൈവത്തെ ഓർത്തു നിങ്ങൾ ആ ഫോണൊന്ന് കട്ട് ചെയ്യേ. നിറത്തിനഴക് എൻ്റെ വെളുപ്പിനഴക്, കുറുപ്പേട്ടൻ എന്നെക്കായും പത്തരമാറ്റാണ്, കുറുപ്പേട്ടൻ എന്നെക്കായും പത്തരമാറ്റാണ്. എനിക്കും മോഹമായി കുറുപ്പ് വെളുക്കുവാൻ, എനിക്കും ദാഹമായി കുറുപ്പു ചെത്തുവാൻ. കൂട്ടുവരുമോ കൂട്ടുവരുമോ ബ്യൂട്ടീഷ്യൻകാരേ, കൂട്ടുവരുമോ കൂട്ടുവരുമോ ബ്യൂട്ടീഷ്യൻകാരേ. നിറത്തിനഴക് എൻ്റെ വെളുപ്പിനഴക്, കുറുപ്പേട്ടൻ എന്നെക്കായും പത്തരമാറ്റാണ്, കുറുപ്പേട്ടൻ എന്നെക്കായും പത്തരമാറ്റാണ്. ഇനി നമുക്കൊരു റിപ്പോർട്ട് വായന ആയാലോ? പ്രിയപ്പെട്ട പച്ചക്കറി. മത്തങ്ങയുടെ വീട്ടിൽ, പീച്ചിങ്ങയുടെ തറവാട്ടിൽ, കുമ്പളങ്ങയുടെ സഹോദരന്മാർ അറിയുന്നതിന് വെണ്ടയ്ക്ക് എഴുതുന്ന കത്ത്. കേബേജിൻ്റെ മകൾ ക്യാരറ്റും ബീൻസിൻ്റെ മകൻ ബീട്രൂട്ടും തമ്മിലുള്ള വിവാഹം സന്തോഷപൂർവ്വമായി കുറിക്കുന്നു. ഇഞ്ചി കൊല്ലത്തിൽ, പച്ചമുളക് മാസത്തിൽ, വേപ്പില ദിവസത്തിൽ, വെണ്ടയ്ക്ക ഹാളിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. കാര്യപരിപാടികൾ: 6 മണിക്ക് മുരിങ്ങാക്കോലിൻ്റെ കോലുകളി, 7 മണിക്ക് കുമ്മട്ടിയുടെ മമ്മട്ടികളി, 8 മണിക്ക് കടുകുമണിയുടെ പൊട്ടിത്തെറി, 9 മണിക്ക് പപ്പടത്തിൻ്റെ സിംഗിൾ ഡാൻസ്, 10 മണിക്ക് ചക്കക്കുരുവിൻ്റെ വെടിക്കെട്ട് എന്ന അമ്മായിയമ്മയായ മാങ്ങ. മുഹൂർത്തം 10-നും 11-നും മധ്യം. ഇതിനോട് അനുബന്ധിച്ച് ഗാനം ആലപിക്കുന്നത് റം തക്കാളി. സാമ്പാറിൽ മുങ്ങിത്തപ്പി വെണ്ടക്ക കഷ്ണം കിട്ടി, നിന്നെ മാത്രം കിട്ടിയില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ പരിപ്പേ പരിപ്പേ പരിപ്പേ. തക്കാളി താണു കിടന്നു, വേപ്പില പൊങ്ങി നടന്നു, നിന്നെ മാത്രം കിട്ടിയില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ പരിപ്പേ പരിപ്പേ പരിപ്പേ. തുടർന്ന് എട്ടങ്ങാടിയിൽ എട്ടടിമുക്കിൽ കാന്താരിയുടെ കസ്റ്റഡിയിൽ കയ്പപ്പാവകച്ചേട്ടൻ എഴുതിയ പൂച്ചപ്പഴം എന്ന കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് പഴുത്തല പച്ചല കരിയില പുകയിൽ പച്ചടി കിച്ചടി സാമ്പാർ അവിയൽ കാളം കോളൻ തീയൽ എരിശ്ശേരി പുളിശ്ശേരി കളമശ്ശേരി ചങ്ങനശ്ശേരി വടശ്ശേരി വീട്ടിലെ കോവക്കച്ചേട്ടൻ. അതാ നോക്കൂ, നീലാകാശം ക്രമേണ ചുവന്നിരിക്കുന്നു, ചോര ചുവന്ന ചോര. സായം സന്ധ്യയുടെ വരവായി. അതോടൊപ്പം തന്നെ സൂക്കേഴ്സുമായ ഒരു കാതികനും അയാളുടെ കയ്യിലുള്ള ചപ്പളാങ്കട്ട കൊണ്ട് താളം പിടിച്ച് അതിലെ പോകുന്നവരുടെ ശ്രദ്ധയാകർഷിച്ചു. കുട്ടികളും യുവതികളും മുതിർന്നവരും ചുറ്റും കൂടിയപ്പോൾ അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ കവലകൾ തോറും നടന്ന് കഥാപ്രസംഗം ചെയ്ത് കലാക്ഷേപം നടത്തുന്ന ഒരു കാതികനാണത്രേ. ഇപ്പോൾ ചങ്ങമ്പുഴയുടെ കാലുപിടിച്ചു പാടുകയാണെങ്കിലും എവിടെ തിരിഞ്ഞങ്ങു നോക്കിയാലും അവിടെയെല്ലാം കാതികമാർ. ജീവിതം പോക്കുവാൻ വേണ്ടി ഞാനും ഈ വക വേഷമണിഞ്ഞിടുന്നു. എൻ്റെ മുന്നണിയിലും എൻ്റെ പിന്നണിയിലും എനിക്കാരുമില്ല. അതേക്കുറിച്ച് എൻ്റെ അമ്മ പറയുന്നത് കേൾക്കൂ. എല്ലാം നീയേ മോനെ, എനിക്കെല്ലാം നീയേ മോനെ, ബുൾബുളും നീയേ, തബലയും നീയേ, ഹാർമോണിയവും നീയേ. ഒരു പണക്കാരൻ്റെ വീട്ടിലെ ഏക പെമ്പൂച്ചയായിരുന്നു കുമാരിക്കുഞ്ചി. അവളെ നിരന്തരം പ്രേമിക്കുവാൻ ഒരാമ്പൂച്ച വരുമായിരുന്നു.
അവനാണ് നമ്മുടെ കഥാനായകനായ മിസ്റ്റർ പാക്കരൻ. പാക്കരൻ വീട്ടിൽ ജനിച്ചവരെല്ലാം പാണ്ടുള്ള കണ്ടന്മാരായിരുന്നു. പിച്ച കൂടാതെ നടന്നവരെല്ലാം നാലുകാലുള്ളവരായിരുന്നു. അങ്ങനെ കുഞ്ചി എന്ന സുന്ദരിപ്പൂച്ചയ്ക്ക് ജന്മം നൽകിയ മീനാക്ഷി കുഞ്ചു അവളുടെ ആദ്യത്തെ കടിഞ്ഞൂൽ പ്രസവത്തിന് കുഞ്ചിക്ക് ജന്മം നൽകിക്കൊണ്ട് അവളെ വിട്ടുപിരിഞ്ഞു പോയ മീനാക്ഷി കുഞ്ചു അവളെ മാത്രമല്ല നമ്മളെയും തീരാത്ത തോരാത്ത കണ്ണീരും കയ്യുമായി ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിച്ചുകൂട്ടിയ കുഞ്ചിക്ക് ഒരാശ്വാസം ലഭിച്ചത് പുഞ്ചപ്പറമ്പിൽ ഇഞ്ചക്കാവിൽ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോഴാണ്. അങ്ങനെ ഇരിക്കെയാണ് അവൾ പാക്കരേട്ടനെ കണ്ടുമുട്ടിയത്. അവളുടെ മനസ്സ് വായിച്ചറിഞ്ഞ പാക്കരേട്ടൻ അവളെ ആശ്വസിപ്പിക്കാനായി ഒരു ഗാനം ആലപിച്ചു. പാഠശാല പടിയുമായി കുഞ്ചേലു തേടി വന്നതാരേ നീ കുഞ്ചേലു, 4 മണി സ്കൂൾ പിരിഞ്ഞാൽ നീണ്ടവാലു റോഡിൽ ഇഴഞ്ഞാൽ ഞാനിരിക്കും അതിലരികിൽ ചാളയുമായി ഓടിവരും പ്രേമവതിക്കോ മൻകലവും എണ്ണയും ഞാൻ കൊണ്ടുവരാലോ. അങ്ങനെ കുഞ്ചിക്ക് പാക്കരേട്ടനില്ലാത്ത ജീവിതം ഒരു കട്ടൻ കാപ്പി പോലെയാണ്, പാക്കരേട്ടനോ അതിലെ പഞ്ചസാര പോലെയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ചി ആ സന്തോഷ വാർത്ത അറിയുന്നത്. കുഞ്ചി പാക്കരേട്ടനെ തേടി ഓടുകയാണ്, ചാടുകയാണ്. ഈ സന്തോഷ വാർത്ത അറിഞ്ഞ പാക്കരേട്ടൻ കുഞ്ച് സ്ലോവിൽ ഗർഭിണിയായി പാക്കരേട്ടൻ ഉത്സവമായി. കുഞ്ച് സ്ലോവിൽ ഗർഭിണിയായി പാക്കരേട്ടൻ ഉത്സവമായി. ഉത്സവമായി ഉത്സവമായി പ്രസവോത്സവമായി. തുടർന്നുള്ള ഭാഗങ്ങൾ തേയില, വെറ്റില, വെണ്ണല, വയറ്റില, വാത്തുരുത്തി, വെണ്ടുരുത്തി, പള്ളുരുത്തി, കോന്തുരുത്തി, ഗോതുരുത്തി, ഒച്ചന്തുരുത്തി, മണന്തുരുത്തി, മുളന്തുരുത്തി, കടത്തുരുത്തി, വാഗത്തുരുത്തി എന്നിവിടങ്ങളിൽ നടത്തപ്പെടുന്നതാണ്. നന്ദി.